സ്വദേശികളായ ഇർഷാദും ഷഫീഖും ചേർന്നാണ് കൊരട്ടി സ്വദേശിയിൽ നിന്നും 11,59,202 രൂപ തട്ടിയെടുത്തത്. മൊബൈൽ ഫോണിലേക്ക് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയുള്ള സന്ദേശം അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം. ഈ നമ്പറിലേക്ക് മറുപടി നൽകുന്നതോടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടും. ലിങ്കിൽ ജോയിൻ ചെയ്ത ശേഷം ഇരയുടെ വിശ്വാസമാർജിക്കാൻ ചെറിയ ടാസ്കുകൾ നൽകും. ഇത് പൂർത്തീകരിച്ച മുറയ്ക്ക് ലാഭത്തോടുകൂടി പണം തിരികെ അക്കൗണ്ടിലേക്ക് നൽകും. ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയാണ് അടുത്ത ഘട്ടത്തിൽ. പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലാഭവിഹിതമടക്കമുള്ള തുക കാണിക്കും. പലതവണ ഇത് ആവർത്തിച്ചതോടെ 11.5 ലക്ഷം രൂപ ഇയാൾ നിക്ഷേപിച്ചു. 22 ലക്ഷം രൂപ സ്ക്രീനിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഇതിനിടെ ഒരു പ്രാവശ്യം പോലും പരാതിക്കാരനായ ജെറിൻ തുക പിൻവലിച്ചിട്ടില്ല. തന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായ തുക 22 ലക്ഷം കവിഞ്ഞതോടെ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത്. പണം പിൻവലിക്കണമെങ്കിൽ 6 ലക്ഷം രൂപ വീണ്ടും നിക്ഷേപിക്കണമെന്ന സ്ഥിതി വന്നപ്പോൾ ഇയാൾ കൊരട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് SHO അമൃത് രംഗന്റെ നേതൃത്വത്തിൽ രേഖകളും മറ്റും വെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ മലപ്പുറത്തു നിന്നും പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ CPOമാരായ PK സജീഷ് കുമാർ, നിതീഷ് എന്നിവരുമുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.